കണക്കായി പോയി. ഞാൻ അന്നേ പറഞ്ഞല്ലോ ചെലപ്പനാശാരി തകരെ കൊണ്ട് വേണ്ടാത്ത കളി കളിക്കണ്ടെന്ന്. ചേടാ, ഞാൻ അറിഞ്ഞു ഈ പൊട്ടത്തേർക്ക് ഒരു യോഗം കിടക്കുന്നെന്ന്. കണ്ണുകൊണ്ട് കണ്ടില്ലായിരുന്നു, ഞാൻ വിശ്വസിക്കുകയില്ലായിരുന്നു. ഇനി നമ്മളെ അങ്ങ് തഴി. ഉള്ളതാവില്ലേ, പോയി കുളിക്കാം. അല്ലേ, ഇത് നല്ല കൂത്ത്. തകരക്കുതിച്ച യോഗം നാളെ ആർക്കും ഉദിക്കാം. വെള്ളമാവില്ലേ? ആശാരി വെക്കും, ഞാൻ വരുന്നില്ല. സുഭാഷിനെ കാണാനേ ഇല്ലല്ലോ, എന്തുകൊണ്ട് വിശേഷം? ഓ വിശേഷം, ഞങ്ങൾക്കൊക്കെ എന്തോ വിശേഷമാ പിള്ളേ. ഒന്നുമില്ലേ, ഓർത്ത് നോക്ക് എന്തേലും വിശേഷം ഉണ്ടോന്ന്. ഞാൻ ഓർത്തു നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇനി കൊച്ചനൊന്ന് ഓർത്തു നോക്കി പറഞ്ഞാട്ടെ. അറിയുന്നുണ്ട്. ആ അറിയുന്നുണ്ടോ? എന്തോ അറിയുന്നുണ്ട്? പറ കൊച്ചനെ. അറിയുന്നുണ്ട് എന്നാലും ഒന്നും അറിഞ്ഞില്ല. അതിന് നിങ്ങൾ എന്തിനാ തൊള്ളോർക്കുന്നത്? ചേടാ, ആളെ വിളിച്ചുവിട്ടാ ഞാനിങ്ങ് പേടിച്ചു വന്നാണ്. പിന്നെന്തിനാ കൊച്ച വഴിയെ വന്ന് പെമ്പിള്ളേരുടെ കൊച്ചു വർത്താനം പറഞ്ഞോണ്ട് വരുന്നേ? അല്ല സുഭാഷിണി, ചിലരൊക്കെ അങ്ങും അങ്ങൊന്ന് തച്ചൻ തച്ചൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ തകരക്കാണെങ്കിൽ ബുദ്ധി ഉറക്കാത്തനുമാ, ആരോടും എന്തും പറയുന്ന ഇനമാ. ഞങ്ങളെ പോലെയൊന്നും അല്ല. കൊള്ളരുതായി പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ, ആരാ ഏതോന്നും ഞാൻ നോക്കത്തില്ല. എന്റെ വായിരിക്കുന്ന കേട്ടോണ്ട് പോണ്ടി വരും. പിള്ളേ ഇപ്പോഴെന്നോട് ഇങ്ങനെ പറഞ്ഞു തിരിക്കട്ടെ, മേലാൽ എന്തേലും എവിടെയും വെച്ച് പറയുന്നേ കേട്ടാ ഞാൻ കൊച്ചിനെ പിടിക്കും, കൂടെ നടക്കുന്ന ആശാരി ചെറുക്കനെ പിടിക്കും. രണ്ടും കൂടെ ഒരു ദിവസം അപ്പന്റെ പിച്ചാത്തി പിടിക്കിരിക്കും, പറഞ്ഞേക്കാം. എന്നോട് ആലോചിക്കാതെ എന്തിനാ ആ പെണ്ണിന്റെ അടുത്ത് അങ്ങനെ ഒരു വളഞ്ഞ വഴി കൊണ്ട് പോയത്? ആന വാ വിളിക്കുന്നതും കണ്ട അണ്ണാൻ വാ വിളിച്ച എന്തോ പറ്റും? എന്തോ പറ്റും? അത് കീറിപ്പോവും അല്ലയോ? ഏതായാലും പറഞ്ഞതാ. അതിന്റെ പേരിൽ ആരിനി എന്ത് കുഴപ്പം കൊണ്ടുവന്നാലും ശരി, അത് ഞാനങ്ങ് സഹിച്ചു. ചേടാ, എങ്കിൽ പിന്നെ എന്ത് സമാനം ഉണ്ടായിരുന്നു? ഇതിപ്പോ അടി വരുമ്പോ എനിക്കൂടെ കണക്കാക്കിയല്ലേ വരത്തുള്ളൂ. മൂപ്പൻ തല്ലുവോ തല്ലാതിരിക്കുവോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അവക്ക് ആ തകരെ നല്ല വിശ്വാസമുണ്ട്. അത് ശരിയാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട അവള് വരളാൻ പോകുന്നില്ല. അവനെ വിട്ട് വരട്ടി പറഞ്ഞു വിടാനും പോകുന്നില്ല. അതെ അതെ. ചേടാ, ഒരു കാര്യവുമില്ലാതെ വേലിയെ കിടന്ന പാമ്പിനെ പിടിച്ച് എന്റെ തലേ പരുത്തിക്കുരുവാ. എന്റെ തലേ പരുത്തിക്കുരുവാ. എന്താണ് ഒരു പവർ? വിളിച്ചാ നിന്നൂടായോ? എനിക്ക് പോണം ചെല്ലപ്പൻ ആശാരി. എന്തോന്ന് പോനം? എന്റെ തലേ പരുത്തിക്കുരുവാ. കുറച്ചു നേരത്തേക്ക് അവൻ ഇറക്കി വെച്ചിട്ട് പോയാ വിട്ട് ചെല്ലപ്പൻ ആശാരി, വിട്ട് വിട്ട്. വൈകി ചെന്ന അവര് വഴക്ക് പറയും. അവരോ? ആരായി അവര്? സുഭാഷിനിയും വഴക്ക് പറയും, മാതുമൂപ്പനും വഴക്ക് പറയും. അയ്യോടി, സുഭാഷിന് തകരെ വഴക്കൊന്നും പറയത്തില്ല. വാ തകരെ പറയട്ടെ. ആദ്യം നീ ചാക്കൊന്ന് ഇറക്കി വെക്ക്. എന്നിട്ട് ഇതാ ഒരു മുഴു ബീഡി അങ്ങ് പിടി. എന്നിട്ട് കാര്യങ്ങൾ പറ. എനിക്ക് ബീഡി വേണ്ട ചെല്ലപ്പനാശാരി, ഞാൻ ബീഡി വലി നിർത്തി. ചേടാ, അതും ആ പെണ്ണ് പറഞ്ഞു നിർത്തിച്ചതായിരിക്കും. ആരാടാ തകരെ? ആരാടാ?
ആണെങ്കിൽ പറ. ചേടാ, നീ ബീഡി വലി നിർത്തുന്നതിലും നന്നാകുന്നതിലും മറ്റാരെക്കാളും കൂടി സന്തോഷിക്കുന്നവരാ ഞങ്ങൾ രണ്ടുപേര്. ആന്നേ മണ്ണും ചുണ്ണാമ്പും തിരിച്ചറിയാൻ വയ്യാതെ കറങ്ങിറന്ന് നിനക്ക് ഈ നല്ല ബുദ്ധി ഉപദേശിച്ചെന്നത് ഞാനാന്നേ. നേർവഴി കാണിച്ചെന്നത് ഞാനാന്നേ. അതുകൊണ്ട് മേലിലും എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പപ്പോ നടക്കുന്ന കാര്യങ്ങള് അപ്പപ്പോ ഒന്നെങ്കിൽ പറഞ്ഞു തന്നാ മതി. ഞാൻ പറഞ്ഞു കേക്ക്, നീ അതും കൂടെ ഇറക്കി ഇങ്ങോട്ട്. ഞാൻ വേണം മറന്നേക്കാം. വേണ്ട പിള്ളേ, എനിക്ക് പോണം. ചെലപ്പനാശാരിയുടെ ഒരു ഉപദേശം മേടിച്ചോണ്ട് കാര്യങ്ങളും പോയിട്ടുണ്ടായാൽ മതി. കേട്ടോ നേരെ ഇല്ലേലേ? വേണ്ട, എനിക്ക് പോണം. ആശാരിക്ക് അത് കേട്ട അസൂയം കുശുമ്പവും തോന്നത്തില്ല. തകര പറഞ്ഞു. എന്താ അസൂയോ? ചെല്ലപ്പനാശാരിക്കോ? ചേടാ, കുളം എത്ര കുന്ന് കണ്ടു, കുന്നെത്ര കുളം കണ്ടു. വേറെ ഒന്ന് നിന്നടാ. ചേടാ, ഒരു കാര്യം, ഒന്ന് നിന്നാ കടക്കലിപ്പോ ഊരി തരാം. വേറെ ഇത് ഞാൻ പൊളിക്കുമെന്നാ തോന്നുന്നത്. എന്തുവാടാ? ഞങ്ങളിങ്ങനെ എന്തുവാടാ? എന്തുവാണ്? ഞങ്ങള് ഇവിടെ ഒന്നിച്ച് ഹലോ പറയാൻ വന്നാണോ? അല്ല, മൂപ്പത്തനാണോ കുളിക്കുന്നത് നോക്കാൻ കണ്ടില്ലേ? ഓ എന്നെ പോ. അതെ. ആശാരി, ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ. ഇല്ലാവചനോ? ഇല്ലാവചനോ ഉള്ള വചനോ ഒന്ന് പോയി നോക്കിയാട്ടെ. ദേ അങ്ങേരി നിറഞ്ഞ അവിടെ കുത്തും കൊലയും നടക്കും. ദേഷ്യം വന്നാ കണ്ണും മൂക്കും നോക്കാത്ത മനുഷ്യനാ. അതല്ലയോ എനിക്ക് പോയി പറയാൻ പേടി. സംശയം ഉണ്ടല്ലേ? ഒന്ന് പോയി നോക്കിയാട്ടെ. ചേക്ക് ഇപ്പൊ സമയമില്ലേ, നാളെ ഈ നേരത്ത് പോയി നോക്കിയാലും മതി. മൂപ്പം കാളയും കൊണ്ട് അറിയാൻ കഴിഞ്ഞാ പിന്നെ എന്താ അവിടെ ഒരു മേളം? ചെയ്തേ, ഞാൻ പറയാനുള്ള പറഞ്ഞേ. ഞാൻ കണ്ടതാ നിങ്ങളുടെ മോടെ കാര്യം, എന്റെ സുധയുടെ കാര്യം പോലെ, അതുകൊണ്ട് പറഞ്ഞതാ. ഒന്നേ എല്ലാത്തിനും